വഖഫിനെതിരെ വീണ്ടും വിദ്വേഷം വിളമ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമിക്കൊള്ളയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്ടിക വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനാണ് നിയമം. ആദിവാസി സമൂഹങ്ങളുടെ ഭൂമിയിലോ സ്വത്തിലോ ഇടപെടാൻ വഖഫ് ബോർഡിന് ഇനി അധികാരമില്ലെന്നും മോദിയുടെ വിവാദ വാക്കുകളിലേക്ക്. नाम पर लाखों हेक्टर जमीन पूरे देश में है। इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था। സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, രാജ്യത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മോദി വീണ്ടും വിവാദ പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്ക് ആണ് മോദിയുടെ നീക്കം എന്നതാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജംഷാദ്, ഇതിൽ ഈ രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയാണെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പ്രസംഗിച്ചത്. ഇന്ന് ഹരിയാനയിൽ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഹരിയാനയിലെ ഹിസാറിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോദി കോൺഗ്രസിനെതിരെയും കൂടാതെ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന നടന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് ഒരു മാഫിയാണ്, അതിൽ ഭൂമി കൊള്ളയാണ് ഇതുവരെ നടന്നിരുന്നത്. ആ പട്ടിക വിഭാഗക്കാരുടെ ഭൂമി എല്ലാം തന്നെയും ഈ വഖഫ് ബോർഡുകൾ തട്ടിയെടുത്തു എന്നുള്ളൊരു വിദ്വേഷ പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. ഇനി ഈ ആദിവാസി സമൂഹങ്ങളുടെ ഭൂമിയിലോ സ്വത്തിലോ ഇടപെടാൻ വഖഫ് ബോർഡിന് അധികാരമില്ലെന്നും അത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ കൊണ്ടുവന്നതെന്നും മോദി അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരു മതമൗലികവാദികളെ പീഡിപ്പിക്കുകയാണ്, എന്തുകൊണ്ട് ഒരു മുസ്ലിമിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് കൊണ്ടുവരുന്നില്ല, വോട്ട് ബാങ്കായി മാത്രം കോൺഗ്രസ് ഇവർ കാണുന്നതെല്ലാം നിലയും മോദി പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഈ വഖഫ് എന്തിനാണ് കൊണ്ടുവന്നതെന്ന കാര്യത്തിൽ എല്ലാ നിലയും ഇതിൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ നിലയും ഈ ഒരു വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ കൃത്യമായ RSS അജണ്ടയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നിയമ പോരാട്ടത്തിലേക്കും ഈ വിഷയം പോവുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദി വീണ്ടും ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു ഭൂമി കൊള്ളയാണെന്നും ഇതൊരു ഭൂമാഫിയാണെന്നും പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാർലമെന്റിലും കിരൺ റിജിജു അടക്കം സംസാരിച്ചത് ഈ വഖഫ് ബോർഡ് നിയന്ത്രിച്ചില്ലെങ്കിൽ പാർലമെന്റ് വളർപ്പ് പോലും വഖഫ് സ്വന്തമാക്കും എന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നിലയും ഈ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തീർത്തും ഈ വിദ്വേഷം കലർന്ന പ്രസംഗങ്ങളാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഈ അംബേദ്കർ ദിനത്തിലും ആവർത്തിച്ചത്. അജിംഷാദ്, ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.